ദേശീയപാത 183-ൽ മുണ്ടക്കയം 31-ാം മൈൽ ജംഗ്ഷനിൽ സീബ്ര ലൈൻ അടയാളപ്പെടുത്താത്തത് കാൽനടയാത്രക്കാരുടെ ജീവന് കടുത്ത ഭീഷണിയാകുന്നു. 2 സ്കൂളുകൾ, ബസ് സ്റ്റോപ്പുകൾ, നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന ജനസാന്ദ്രതയേറിയ മേഖലയിൽ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ ജംഗ്ഷനിൽ സീബ്ര ലൈൻ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ മറ്റ് ജംഗ്ഷനുകളിലെല്ലാം സീബ്ര ലൈനുകൾ അടയാളപ്പെടുത്തിയെങ്കിലും 31-ാം മൈൽ ജംഗ്ഷനെ അധികൃതർ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. 2 അപകടകരമായ വളവുകൾക്ക് നടുവിലാണ് ഈ ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. വളവ് തിരിഞ്ഞ് അമിത വേഗതയിൽ പാഞ്ഞെത്തുന്ന വാഹനങ്ങൾക്കിടയിലൂടെ പ്രായമായവരും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ റോഡിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് വാഹനയാത്രക്കാർക്കും കടുത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഡ്രൈവർമാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. മഴക്കാലം കൂടിയായതോടെ പാതയിലെ ദുരിതഭീതി ഇരട്ടിയായിരിക്കുകയാണ്. ഈ ഭാഗത്ത് അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ദേശീയപാത വിഭാഗത്തിന് പരാതികൾ നൽകിയിട്ടുള്ളതാണെന്നും എന്നാൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്നും തുടർച്ചയായ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വാർഡ് മെമ്പർ റോയി കപ്പലുമാക്കൽ പറഞ്ഞു. മുണ്ടക്കയം പഞ്ചായത്തില് 31-ാം മൈൽ ഭാഗത്തും ജോൺ പോൾ പള്ളി ഭാഗത്തും പൈങ്ങന ഭാഗത്തും, അതിൽ പ്രത്യേകിച്ചും 31-ാം മൈൽ ഭാഗത്ത് 2 സ്കൂളുകളിലേക്കുള്ള കുട്ടികള് രാവിലെയും വൈകുന്നേരവും നാഷണൽ ഹൈവേ ക്രോസ് ചെയ്താണ് പോകുന്നത്. MES ഹൈസ്കൂളിലേക്കും അതുപോലെ തന്നെ CMS LP സ്കൂളിലേക്കും. ഈ CMS മൈലത്തടി LP സ്കൂളിലേക്കുള്ള കുഞ്ഞു കുട്ടികള് ആ റോഡ് കടക്കുമ്പോൾ ആ വളവ് തിരിഞ്ഞ് വരുന്നിടത്ത് വെയിറ്റിംഗ് ഭാഗത്ത് നേരത്തെ സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ പഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം പല ആവർത്തി ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്ന ഭാഗമാണ് 31-ാം മൈൽ മേഖല. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുവാനായിട്ട് ബഹുമാന്യനായ MLAക്ക് നാളെ നിവേദനം കൊടുക്കുകയാണ്. നേരത്തെ ഇരുന്ന MLA പല പ്രാവശ്യം ഈ കാര്യം നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചതുമാണ്. തീർച്ചയായിട്ടും ആ ഭാഗത്ത് ഉള്ള ജനങ്ങളോടുള്ള ഒരു അവഗണനയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ജനസാന്ദ്രത വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടിയ പോപ്പുലേഷൻ 31-ാം മൈൽ മുണ്ടക്കയത്തിന്റെ 31 മൈൽ ഭാഗം ചിറ്റടി ഭാഗത്ത് വളരെയധികം പോപ്പുലേഷൻ ഉണ്ട്. ഈ കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഈ ഒരു സ്ഥിതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത സമര പരിപാടികളിലേക്ക് കടക്കുവാനായിട്ടാണ് റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ അവിടുത്തെ വാർഡിലുള്ള ആൾക്കാരും പറയുന്നത്. വളരെ ഭയപ്പെട്ടാണ് അവർ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനും ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയൊരു അപകടം സംഭവിച്ചതിനു ശേഷം മാത്രം കണ്ണു തുറക്കുന്ന അധികാരികളുടെ പതിവ് ശൈലി തിരുത്തി 31-ാം മൈൽ ജംഗ്ഷനിൽ അടിയന്തരമായി സീബ്ര ലൈൻ വരച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്.